യുദ്ധഭീതിയും രാഷ്ട്രീയ അസ്ഥിരതയും പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുമ്പോൾ അതിന്റെ നേരിട്ടുള്ള ആഘാതം ഏൽക്കേണ്ടി വരുന്നത് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കാണ്. ആകാശപാതകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വിമാന സർവീസുകളുടെ കുറവും കാരണം ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധം കുതിച്ചുയർന്നിരിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ജന്മനാട്ടിലേക്ക് വരാനോ തിരികെ ജോലിയിൽ പ്രവേശിക്കാനോ കഴിയാതെ വലിയൊരു വിഭാഗം പ്രവാസികൾ ആശങ്കയിലാണ്. വിമാന കമ്പനികൾ ഈ സാഹചര്യം മുതലെടുത്ത് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണം യാത്രയ്ക്കായി മാത്രം ചിലവാക്കേണ്ടി വരുന്ന പ്രവാസിയുടെ അവസ്ഥ ദയനീയമാണെന്ന് പറയാതെ വയ്യ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ കുതിച്ചുയർന്നിരിക്കുകയാണ് വിമാന ടിക്കറ്റ് നിരക്കെന്ന് ചുരുക്കം. ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള എമിറേറ്റ്സിന്റെ എക്കോണമി ക്ലാസ് ടിക്കറ്റിന്റെ ഏറ്റവും കുറഞ്ഞ വില 50,000 രൂപയാണ്. ഏപ്രിൽ 5 വരെ 85,000 രൂപ മുതൽ 90,000 രൂപ വരെയാകും ശരാശരി നിരക്കെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം വിമാന ടിക്കറ്റ് നിരക്കുകൾ ക്രമേണ കുറയുമെന്നും പറയുന്നുണ്ട്. നിലവിൽ ചില ഇന്ത്യൻ വിമാന കമ്പനികളുടെ ചില വിമാനങ്ങളിൽ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് 40,000 രൂപയിൽ ആരംഭിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് UAE നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ഭൂരിഭാഗം പേരും എമിറേറ്റ്സിനെ ആശ്രയിക്കുന്നുണ്ട്. മറ്റുള്ളവയെ അപേക്ഷിച്ച് എമിറേറ്റ്സിൽ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. നിലവിൽ നാട്ടിലുള്ള പ്രവാസികൾക്ക് തിരികെ UAEയിലേക്ക് പോകാൻ ഈ ഭീമമായ തുക ചെലവാക്കേണ്ട സ്ഥിതിയാണ്. എന്നാൽ എമിറേറ്റ്സിന്റെ തന്നെ ഫ്ലൈ ദുബായ് എയർലൈൻസിന്റെ വിമാനങ്ങളിൽ 35,000 മുതൽ 40,000 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത്. ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ മറ്റൊരു മാർഗം ഇൻഡിഗോയുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അത് അബുദാബിയിൽ ലാൻഡ് ചെയ്ത ശേഷം ദുബായിലേക്ക് പോകുന്നു. ഏകദേശം 30,000 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക്. മറ്റ് എയർപോർട്ടുകൾ വഴി ദുബായിലോ മറ്റ് ഗൾഫ് നഗരങ്ങളിലേക്കോ എത്തുന്ന ഇത്തരം യാത്രകൾ സാമ്പത്തികമായി ലാഭം നൽകുന്നുണ്ടെങ്കിലും സമയനഷ്ടവും യാത്രാക്ലേശവും വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. വിമാനത്താവളങ്ങളിലെ നീണ്ട കാത്തിരിപ്പും ലഗേജ് കൈമാറ്റത്തിലെ ബുദ്ധിമുട്ടുകളും പ്രായമായവർക്കും കുട്ടികൾക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും കുടുംബത്തെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇത്തരം കഷ്ടപ്പാടുകൾ സഹിക്കാൻ പ്രവാസികൾ തയ്യാറാകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭൂരിഭാഗം ഇന്ത്യക്കാരും ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ച ശേഷം കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ നാട്ടിലേക്ക് വരാൻ പല പ്രവാസികൾക്കും അവധി ലഭിച്ചതുമില്ല. മറ്റു ചിലർക്ക് എപ്പോൾ തിരികെ വിളിച്ചാലും നാട്ടിൽ നിന്ന് തിരിച്ചെത്തണം എന്ന നിബന്ധനയിലാണ് അവധി നൽകുന്നത്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കമ്പനികൾ ജീവനക്കാർക്ക് അവധി നൽകാൻ മടിക്കുന്നത് മറ്റൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന കർശന നിബന്ധനയോടെ അവധി ലഭിക്കുന്നവർ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് മടക്കയാത്ര എങ്ങനെ സാധ്യമാകുമെന്ന ആദിയിലാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമോ എന്ന പേടി കാരണം പലരും നാട്ടിലേക്കുള്ള യാത്ര തന്നെ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. ഇത് പ്രവാസികളുടെ മാനസികാരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. വിമാന ടിക്കറ്റ് നിരക്ക് കൂടിയതും കൃത്യസമയത്ത് മടങ്ങാൻ വിമാന സർവീസുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലും പല പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാതെ അതത് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും തകർക്കുന്നത് പ്രവാസിയുടെ സ്വപ്നങ്ങളെയും സമ്പാദ്യത്തെയും കൂടിയാണ്. ടിക്കറ്റ് നിരക്ക് കുറയുന്നതും കാത്ത് വിദേശ രാജ്യങ്ങളിൽ തുടരുന്നവർക്കും ഭീമമായ തുക നൽകി മടങ്ങാൻ നിർബന്ധിതരായവർക്കും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. വിമാന കമ്പനികളുടെ ചൂഷണം തടയാനും പ്രവാസികൾക്കായി പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്താനും അധികൃതർ തയ്യാറാകണം. സമാധാനം വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും വിമാനയാത്രകൾ സാധാരണ നിലയിലാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. പ്രവാസ ലോകത്തിന്റെ ആശങ്കകൾക്ക് അറുതി വരുത്താൻ ലോകരാഷ്ട്രങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള നീക്കം ആവശ്യമാണ്. എന്തായാലും വിമാന ടിക്കറ്റ് നിരക്ക് കൂടുന്ന സമയത്തൊക്കെ പ്രവാസികൾ വലിയ യാത്രാ ദുരിതം അനുഭവിക്കുന്നവരാണ്. പലരും ഈ ടിക്കറ്റ് നിരക്ക് കുറയുന്നതുവരെ കാത്തിരിക്കുകയും അതിനുശേഷമാണ് നാട്ടിലേക്ക് വരികയും എല്ലാം ചെയ്യുന്നത്. വർഷങ്ങളായുള്ള പ്രവാസികളുടെ ഒരു ദുരിതം തന്നെയാണ് ഈ വിമാന ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂടുന്നത്.